എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ IAS ആവുന്ന സ്വപ്നം കണ്ടിറങ്ങി വന്നിറങ്ങുന്ന മുന്നിൽ കൂടി ഈ കൈവിലങ്ങ് വെച്ച് പോയി. വീണ്ടും 6 വർഷം സെൻട്രൽ ജയിലിൽ നീ അനുഭവിച്ചു വേദന ഞാൻ ഇവിടെ കൂടി അനുഭവിച്ചു. സ്വന്തം യവനും ദാനം കൊടുത്ത് ജരാതകൾ സ്വീകരിച്ച അച്ഛന്റെ മകന്റെ കഥയല്ല നിന്റേത്. സ്വന്തം യവനെ എറിഞ്ഞുടച്ച 6 വർഷം അച്ഛനെയും കരയിച്ച മകനാണ് നീ. ബമ്പർ ലോട്ടറി കയ്യിലുണ്ടോ? ഇന്ദുചൂടന്റെ അച്ഛൻ മൃഗഡോക്ടറാ കേട്ടോ. അച്ഛാ, എനിക്ക് എന്റെ അച്ഛന്റെ വായിൽ നിന്നും ആ സത്യം എനിക്ക് കേൾക്കണം. എന്റെ അച്ഛൻ അറിയാന്ന് പറയരുതേ. അച്ഛൻ അറിയാമോ മുണ്ടൂര് പാർവതി ശാരസ്യാരെ? അറിയാം അറിയാം അറിയാം. അറിഞ്ഞൂടെന്ന് പണയറാ. അച്ഛാ, അച്ഛൻ അറിയാമോ മുണ്ടൂര് പാർവതി ശാരസ്യാരെന്ന സ്ത്രീ അറിയാമോ? ഇവരെന്താ നീ കഥകളി കാണിക്കുന്നത്? അറിയാം. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la Mariana. എനിക്ക് നമ്മളെ കിട്ടൂല. നീ എന്താ പറയുന്നത്? എനിക്കറിയാം അറിയാം സത്യം. എനിക്ക് അറിയാം അറിയാം അറിയാം. തുടക്കത്തിലേ പൊളിക്കാൻ പറയണം. തുടക്കത്തിലേ എന്താ നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാലേ കഥ മുമ്പോട്ട് പോകൂ. തന്നെ? അണിഞ്ഞൂടെന്ന് പറ. ഞാൻ പറയുമ്പോ അണിഞ്ഞൂടെന്ന് പറയണം. അറിഞ്ഞൂടാ അറിഞ്ഞൂടാ. അച്ഛാ, ഞാൻ ആരാണ് ഇതില്? നീയാ? നീ നത്ത് ഗോപാലായി. നിങ്ങളത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് അവന് ഇതുമായിട്ട് ബന്ധം? പറണ്ടോടുന്ന ജസ്റ്റിസ് അല്ല, നിങ്ങൾ ജഡ്ജിയാണ്. നിങ്ങൾ MK മേനോൻ. മേനോനാ? ഓ എടാ എനിക്കൊരു കർച്ചീപ്പ് കൂടെ തരുവടാ. ഇതിലത് ഞാൻ പകുതി ബാലേന്ദ്രനും കൂടെ ചെയ്യാം. എങ്ങനെ? കൊടുങ്കാട്ടിൽ അങ്ങനെ ചെയ്താലോ? എന്റെ വാ പൊളക്കാൻ ഞാൻ അറിയാമോന്ന് ചോദിക്കുമ്പോ അറിഞ്ഞൂടെന്ന് പറയണം കേട്ടാ. എന്റെ ആട്ടപ്പലവളി ആടാൻ അറിഞ്ഞൂടെന്നേ പറയാവൂ കേട്ടാ. ഓ അച്ഛാ, അച്ഛന് മുണ്ടൂര് പാർവതി ശാരസ്യാരെന്ന സ്ത്രീ അറിയാമോ? പിന്നെ അറിഞ്ഞൂടെ? എന്റെ വീട്ടിലല്ലേ. ഇവർക്ക് പണ്ട് മരിച്ചിന് കച്ചവടമായിരുന്നു ജോലി. മക്കളെല്ലാം കളഞ്ഞിട്ട് പോയപ്പോ എന്റെ വീട്ടിൽ കൂടെ വന്ന് നിന്നാണ് അവര് കാര്യങ്ങളൊക്കെ നോക്കി. ഇന്നലെ ഞാൻ മുറുക്കാൻ മാറ്റി കൊടുത്തിട്ടല്ലേ വന്നേക്കുന്നത്. അറിഞ്ഞൂടെന്ന് ഒന്ന് പറയടാ. അറിഞ്ഞൂടെന്ന് പറയടാ. അറിഞ്ഞൂടെന്ന് പറ. ഒന്നുകൂടെ ചോദിക്കാം. എന്റെ വടിയാണ്. മുണ്ടൂര് പാർവതി ശാരസ്യാരെന്ന സ്ത്രീയെ അച്ഛനറിയാമോ? വടി എന്നാലും എനിക്ക് പറയാം. അറിയാമോ? വടിയായിരുന്നു. അറിയാമോ? എനിക്കറിയില്ല. അറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാലേ അടുത്ത ആളിന് വരാൻ പറ്റൂ. നീ ഒന്നുകൂടെ ചോദിച്ചാണ്. മുണ്ടൂര് പാർവതി ശാരസ്യാരെന്ന സ്ത്രീയെ അച്ഛന് എനിക്കറിയില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്ന വരവാണ് കേട്ടോ. അതാണ് ഇത്ര ടൈമിങ്. MK മേനോ നിങ്ങൾ എന്നെ അല്ലേ? നീ പകപോക്കെയാണല്ലേടാ. പകയരടാ. പോക 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 പോക. പുകയെ കണ്ട തിരിച്ചറിഞ്ഞൂടാത്ത വഴി. നീ പുക പോക്കാണല്ലടാ. അത് പറയണം. ഇതാരെന്നറിയാമോ? മണപ്പള്ളി പവിത്ര. ഇത് ഈ മാങ്ങ ഉറിഞ്ച പോലത്തവനാ. മണപ്പള്ളി പവിത്ര ആരെന്നറിയാമോ? NF വർഗീസ്. അയ്യോ അയ്യ. നീ പകപോക്കെയാണല്ലേടാ. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരിക്കൽ അയാൾക്കും സംഭവിക്കും. അപ്പൊ നീ കടപ്പുറത്ത് ബലിയിടാൻ വരുമ്പോ ഞാനും ഉണ്ടാവും ഈ മൺകുടം അതേ പുഴയിൽ ഒഴുക്കാൻ. എടാ, 2 കാലിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് 2 കൈ തുടയോട് ചേർത്ത് വെച്ചിട്ട് ഇത് പറയടാ. എന്നിട്ട് 3 ബെല്ലടിക്കുമ്പോ പുസ്തകം എടുത്തിട്ട് ഇറങ്ങി ഓടിയാൽ. ഇത് അസംബ്ലി പറയും പോലെടാ എന്ന് പറയണം സ്കൂളിലെ. നീ പിന്നെ അങ്ങ് മറിക്കണം. പിന്നെ അവളുടെ ഡയലോഗ് പറഞ്ഞത് റിയാക്ഷൻ ഇട്ടാ മതി. വലിയ അപ്പനാവല്ലേ? എന്താ നീ പകപോക്കെയാണല്ലേടാ. എടാ പകയല്ലടാ. പോക പോക. ബാക്കി പറ. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാണ്ടല്ല പറയാണ്ടെങ്കിൽ നീ പറയണം. അല്ല കുട കൊടുത്ത് ഒരുത്തന്നെ കൊടുത്തിട്ട് എന്നെ അപ്പനെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ സുഖം മാറും. അത് സിനിമയിലുള്ളതാണെന്നാ. സിനിമയിലുള്ളതാണ്. പറ. മരണം ഒരിക്കൽ അയാൾക്കും സംഭവിക്കും. വീട്ടിന് നടയൊന്ന് പ്രാവണേ. അപ്പൊ ആ കടപ്പുറത്ത് നീ ബലിയിടാൻ വരുമ്പോ ഞാനും ഉണ്ടാവും. പിന്നെ മീൻ ഉണക്കായിരിക്കുന്നവൻ പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് വെച്ച് പോവാൻ കാക്കവരായിരിക്കും വേണ്ടി അവന് കാവലിത്തിന് പിന്നെ എങ്ങോട്ട് വെക്കണം. എന്നോടുള്ള വാശി പറയണോ? ഒന്നും മിണ്ടായി. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത്
ഇതേ പുഴയിൽ ഒഴുക്കാൻ. അതും സൂക്ഷിച്ച കാലമുണ്ട്. ഏത് സൂസിയാടാ? ഗൾഫിൽ പോയ സൂസിയാടാ? ഗൾഫിൽ പോയ സൂസിയാ? ആ ഡയലോഗ് നീട്ടി ഇത് കൈ നീട്ടതാ. ഒന്നും ഞാൻ ഒന്നും ഉള്ളത് പറയടാ, ഉള്ളത് പറയടാ. എന്ത് കണ്ടിട്ടാടാ ഇന്ന് കളിക്കണത്? നീയല്ലേ നിന്ന് കളിക്കുന്നത്, ഞങ്ങളല്ല. ഉണ്ടാക്കിയ തന്തക്കോ വേണ്ട. സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിൽ സൂപ്പർ ഡയലോഗ് പറഞ്ഞ് അത് നിന്നെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് ഇത് പറയില്ല. കറക്റ്റ് ആയിട്ട് ഇത് പറയില്ല. ഒന്ന് മിണ്ടായി ബാക്കി പറയടാ. ഈ മൺകുടം അണയാത്ത വിളക്കിന് മുന്നിൽ ഞാൻ സൂക്ഷിക്കും. എടാ എങ്കിൽ ഗോകുലം ചിറ്റ് ഫണ്ടിൽ കൊണ്ടുപോയടാ. അതാകുമ്പോ ഒരു സമയമാകുമ്പോ അവർ പലിശയും കൂടെ തരും. ഇതിൽ ചിട്ടി അടിക്കുമ്പോ ചട്ടി എടുത്ത് എന്റെ മണ്ടയിൽ അടിക്കും. ഇപ്പൊ ഞാൻ പോകുന്നു. പോണ്ട കഞ്ഞി ആവണം. കഞ്ഞിയും കുടിച്ചിട്ട് നിനക്ക് പോവാ. അവിടെ നല്ലൊരു സിനിമയാണ് കൊണ്ട് വലിച്ചത്. അവൻ പക്ക ഡയലോഗ് പറഞ്ഞിട്ട് പോയിട്ടോ. ഞാൻ ഒരു കാര്യം ഇത് നരസിംഹ സിനിമയാണ്. ഓ മോനെ ദിനേശ, അതാ ആ പടമാണിത് തന്നെ. ഈ മുറ്റത്ത് തെങ്ങ് വെച്ചിട്ട് 16 ദിവസം കരിക്കൊട്ടി കുടിക്കണം. അത് ഏത് സീനാണ് ഇപ്പൊ ഇതില്? സ്പടികമാണടാ. ഇപ്പൊ ഇതില് സ്പടികമാണടാ. തെങ്ങോക്കി എന്നതിലില്ല. ഇതെന്ന് നിങ്ങൾ ജഡ്ജി, ഞാൻ മകൻ. അപ്പൊ നിങ്ങൾ മറ്റേ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൺട്രോൾ റൂം. കൃഷിക്കാര്യം നോക്കാൻ കാര്യസ്ഥ നിർത്തിയാൽ മതി. അതിനുവേണ്ടി തന്റെ ജീവിതം വെറുതെ വേസ്റ്റ് ആക്കണ്ട. അത് മനസ്സിലായോ? ഇന്ദുചൂടന്റെ അമ്മയ്ക്ക് BP ഉണ്ട്. അടുക്കള പറയണം. അത് ആംഗ്യ ഭാഷ വേണ്ട. അങ്ങനെ യേശുവാറിന് സ്വപ്നം കണ്ട വന്നിറക്കുന്ന മുന്നിൽ കൂടി നീ കൈവിലങ്ങ് വെച്ച് പോയി. വീണ്ടും 6 വർഷം സെൻട്രൽ ജയിൽ നീ അനുഭവിച്ചു കൊടുത്ത വേദന ഞാൻ ഇവിടെ കൂടി അനുഭവിച്ചു. സ്വന്തം യവനം ദാനം കൊടുത്ത് ജരാതരകൾ സ്വീകരിച്ച അച്ഛന്റെ മകന്റെ കഥയല്ലെന്നത്. സ്വന്തം യവനെ എറിഞ്ഞു കൊടുത്ത 6 വർഷം അച്ഛനെ കരയിച്ച മകനാണ് നീ. മരംപെട്ടുകാരനാണ് എന്റെ അപ്പച്ചൻ. എന്റെ അമ്മച്ചെ ഒറ്റപ്പെട്ട് നിൽക്കുന്നിട്ട് എന്റെ അപ്പച്ചൻ ജയിലിൽ പോകുമ്പോൾ എനിക്ക് 9 വയസ്സ്. ഇപ്പൊ കിട്ടണ്ട, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് 9 വയസ്സ് പ്രായം. കഴിമരത്തുന്ന അപ്പന്റെ ശവശരീരം ഈ കൈകൊണ്ട് ഏറ്റു വാങ്ങുമ്പോ എന്റെ 10ാമത്തെ പിറന്നാളെ തിരുമേനി കത്തി താഴേടാ. കത്തി താഴേടാ. എന്തായാലും വിളിച്ചു വാരി പറയണത്, എന്തായാലും പറയണത് വിളിച്ചു വാരി. അതെ നമ്മൾ ഈ മിക്സഡ് ജ്യൂസ് കൊടുക്കൂലേ, അതുപോലെ എന്റെ ടെക്നിക്ക് മിക്സഡ് ഡയലോഗ്. നീ ഒന്നും പറയണ്ട, നീ ഇവിടെ നിന്നാ മതി. പടം മനസ്സിലായോ? പടം മനസ്സിലായി. നരസിംഹം, അച്ഛൻ തിലകൻ, ഞാൻ മോഹൻലാൽ, മറ്റത് പവിത്ര. അത് തന്നെ. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മുറ്റത്ത് തെങ്ങ് വെച്ചിട്ട് 16 ദിവസം കരിക്കൊട്ടി കുടിക്കാതിലാണ് എന്റെ മണ്ട വിളക്കും. ആ തോൽവി വീണ്ടും പറഞ്ഞു. നമുക്ക് ചെയ്യുമ്പോൾ ഒരുത്തട്ട് തലയെ കൊണ്ടുവയ്ക്കാൻ ഒരാളുണ്ടല്ലോ. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് അന്ത്യകർമ്മങ്ങൾ യഥാവിധി ചെയ്യുക എന്നുള്ളത്. മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന ചെറ്റയും സർവോപരി നാറിയുമായ നിന്റെ തന്തയുടെ എല്ലുംപുടിയും ശമം കത്തിച്ചാരയും മണ്ണിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരുപാട് മഹാന്മാരുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് ജന്മങ്ങൾ ജനിച്ചു മരിച്ചാൽ തീണ്ടാപാലയാണ്. അതുകൊണ്ട് നീ പോയി കന്നിക്കോണിലുള്ള തെങ്ങും തടം വെട്ടി ഈ ചാരമതിട്ട് മൂട്. നീ പോ മോനെ ദിനേശ. നീ പകപോക്കിയാണല്ലേടാ. എടാ പകയല്ലടാ, പോക്ക. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരിക്കൽ അയാൾക്കും സംഭവിക്കും. അപ്പൊ നീ കടപ്പുറത്ത് ബലിയിടാൻ വരുമ്പോ ഞാനും ഉണ്ടാവും. ഈ മൺകുടം അതേ പുഴയിൽ ഒഴുക്കാൻ. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തിത്തിരുന്ന കാലം വരെ നിനക്ക് ആയുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. എന്റെ അച്ഛന്റെ കാലിലെ 2 3 നഖം വെട്ടി തരാൻ ഞാൻ. എന്താണ് നഖം വെട്ടി ചോദിക്കും? നഖം വെട്ടിയും കൊണ്ട് കിടക്കണടാ. അവനെ അടിക്കണ്ട. അങ്ങനെ ഒരു കാര്യം ചേട്ടാ, 1 2 ആക്കണ്ട. എന്റെ 10 വിരൽ വളർന്നു പോയിട്ടുണ്ട്. പിന്നെ വെട്ടിട്ട് പോയാൽ മതി. ഇഞ്ചികൂട്ട കാലിൽ നഖം വെട്ടാൻ നടക്കില്ല. പോടാ, കൊണ്ടുപോ. കയറി പോടാ. അച്ഛാ അച്ചു, നീ എന്നെ നരകത്തിൽ നിന്നാണ് കയറ്റിയത്. അച്ഛാ, പൂ എന്ന് പറഞ്ഞാൽ പൂവല്ല, കായും കൂട്ടി ഇപ്പൊ എല്ലാരും വിളിക്കും. കായും പൂ എല്ലാം കിട്ടതല്ല. മാത്രമല്ലടാ, എല്ലാം കിട്ടോടാ. കാലം എന്ന് പറഞ്ഞാൽ പുത്രൻ. അച്ഛനെ മരണത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ പുത്രൻ. ഇന്ത് കല ചൂടിയ മഹേശ്വരന്റെ മുൻപിലാ ഞാൻ നിൽക്കുന്നത്. നിന്റെ കാലൊന്ന് ഞാൻ തൊട്ടോട്ടെ. അച്ഛാ,
ഈശ്വര, ഇപ്പൊ ഞാനാണല്ലോ തോറ്റുപോയത്. ഞാൻ ചത്ത്. ഇനി ഒരു ക്ലാപ്പനും കൂടെ വരുമ്പോ ഇത് തീരും. ഈശ്വര, ഇപ്പൊ ഞാനാണല്ലോ തോറ്റുപോയത്. പവിത്ര, ഞാൻ വരും പുതിയ കളികൾ കാണാനും ചില കളികൾ കാണിച്ച് പഠിപ്പിക്കാനും. നീ പകപോക്കുകയാണല്ലേടാ. എടാ അവന്റെ അടുത്ത് പറയടാ, പുകയെന്ന് പറയടാ. ഞാൻ വരും പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഞാൻ കാണുകയും ചെയ്യുന്നെ, അത് കേൾക്കുകയും ചെയ്യുന്നെ. കുറച്ച് പഴയതാണ്, നൂലും പോയിട്ടുണ്ട്, എലാസ്റ്റിക് പോയിട്ടുണ്ട്. കാണുന്നെ. അയ്യേ, നീ പോ മോനെ ദിനേശ. എടാ നീ അവന്റെ അടുത്ത് പറയാതെ എന്റെ അടുത്ത് പറയാതെ ഞാൻ എഴുതി പോട്ടാ. ഇപ്പൊ ഞാൻ പോകുന്നു. ഈ മൺകുടം അണയാത്ത വിളക്കിന് മുന്നിലാണ് സൂക്ഷിക്കും. എറിഞ്ഞ പൊട്ടിയുടെ എന്തിനു വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വരും സൂക്ഷിച്ച കാലുകൊണ്ട്. ഇപ്പൊ മനസ്സിലായ പടം മനസ്സിലായ? ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മുറ്റത്ത് കരിക്ക് വെട്ടിയിട്ടേ, പിന്നെ തെങ്ങ് വെച്ചിട്ട് ഈ കരിക്ക് വെട്ടുന്ന എപ്പോഴാണ്? എപ്പോഴാണെന്നറിയാമോ?